എല്ലാവർക്കും ഉണ്ടാവണം എന്തെങ്കിലും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടാവില്ല. പല സൈഡും ഉണ്ടാവും. പക്ഷെ എപ്പോഴും എല്ലാവരും എടുത്തു പറയുന്ന ഒരു സൈഡ് ഉണ്ടാവും ഏതൊരാൾക്കും. എന്റെ കാര്യത്തിൽ എന്നോട് എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ വിളിച്ചാ ഫോൺ എടുക്കൂല. സത്യമാണ്, ഞാൻ വിളിച്ചാ ഫോൺ എടുക്കുകയില്ല. എന്റെ കയ്യിൽ കിടന്ന ആ ഫോൺ ഇങ്ങനെ ഇറങ്ങി, ഞാൻ ഇങ്ങനെ കാണും, ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കൂ ആ ഫോൺ കട്ടാവണത്. പക്ഷെ എന്നാലും ഞാൻ കോൾ എടുക്കൂല. അതേപോലെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാനങ്ങനെ റിപ്ലൈ കൊടുക്കൂല. ഇതെന്താ സംഭവം വെച്ചാല്, ഞാനുണ്ടല്ലോ, ഞാൻ ഈ ഇതിന്റെ പോലുള്ള കുറെ ആൾക്കാരുണ്ടാവും. അതായത് ഈ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഫോണിലൊക്കെ ആവുന്ന സമയത്ത് ഈ കോളിങ്, ചാറ്റിങ്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഞാൻ സത്യമായിട്ട് അതിലൊരു ഇൻട്രോവേർട്ടാണ്. ഞാൻ അങ്ങനെ കോൾ ചെയ്യുക അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുക, എനിക്കത് തീരെ എന്തോ ഞാൻ തന്നെ ആലോചിക്കും എനിക്ക് എന്താ നടക്കാത്തതെന്ന്. പക്ഷെ എനിക്കൊരു കുഴപ്പമായിട്ട് എനിക്കിതൊരു തോന്നിയിട്ടില്ല, കാരണം ഞാൻ അങ്ങനെ ആണ്. പിന്നെ അതുമല്ല, എന്നെ അടുത്തറിയുന്ന ആളുകൾക്ക് അറിയാം ഞാൻ പൊതുവെ അങ്ങനെ ആണെന്ന്. അതുകൊണ്ട് തന്നെ എന്നെ എന്താ പറയാ, ഇപ്പോ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ എന്നെ നേരിട്ട് കാണുമ്പോൾ ഓരത് പറയും, അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ ആ ഫോൺ എടുത്താൽ ഒരു പറയും. പക്ഷെ എന്നാലും അതിന്റെ പേരിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യില്ല ആരും. ലൈക്ക് എന്നെ അറിയുന്ന ആളുകൾ കാര്യമായിട്ടാ പറയണേ. എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, എന്നെ വിളിച്ചോണ്ട് നിൽക്കും. അതായത് ഇന്ന് വിളിക്കും, നാളെ വിളിക്കും, മറ്റന്നാളൊക്കെ വിളിക്കും. പക്ഷെ എന്നാലും ഞാൻ കോൾ എടുത്തില്ലെങ്കിലും 10 ദിവസം കഴിഞ്ഞാലും പിന്നെ എന്നെ വിളിച്ചിട്ട് എന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ലൈക്ക് ഞാൻ എത്രയൊക്കെ കോൾ എടുത്തിട്ടില്ലെങ്കിലും, എത്രയൊക്കെ ഓരോ മെസ്സേജ് ഓപ്പൺ ചെയ്തില്ലെങ്കിലും ഞാൻ അങ്ങനെയാണ്, ഓൻ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ഒരു ഇതാണ്, അല്ലാണ്ട് ഓനക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ലാന്ന് അത് മനസ്സിലാക്കിയിട്ട് വീണ്ടും എന്നോട് അതേ ഒരു ബോണ്ട് കീപ്പ് ചെയ്യണ കുറച്ച് ആൾക്കാർ എന്റെ ലൈഫിലുണ്ട് കേട്ടോ. അത് സത്യം പറഞ്ഞാല് ഒരു ശരിക്കലും എനിക്ക് കിട്ടിയ ഭാഗ്യമാണ്. കാരണം ഞാൻ അങ്ങനെ ആണെന്ന് ഓരോ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഓരിന്റെ കൂടെ നിൽക്കുന്നത്. അതല്ലാണ്ട് ഓർക്ക് വേണമെങ്കിൽ വിചാരിക്കുക, ഓൻ വിളിച്ചാൽ ഫോണൊന്നും എടുക്കണില്ലല്ലോ, മെസ്സേജ് റിപ്ലൈ ഒന്നും ഇല്ല, ഓൻ ആരാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഓർക്ക് വേണമെങ്കിൽ പോവാ. പക്ഷെ ഓരത് ചെയ്തിട്ടില്ല. ഓരെന്താ ചെയ്ത്, ഓർക്കും ലൈക്ക് ആബി അങ്ങനെയാണ്, അതിലിപ്പോ എന്താ പ്രശ്നം എന്നുള്ള രീതിയിലാണ് ഓരും ചിന്തിക്കുന്നത്. പിന്നെ ഇത് ഞാന് എന്താ പറയാ, മനഃപൂർവ്വം ഒരാളോടുള്ള വെറുപ്പ് കൊണ്ടോ ദേഷ്യം കൊണ്ടോ കോൾ എടുക്കാതൊക്കെ മെസ്സേജ് ഓപ്പൺ ആയാതൊക്കെ ഒന്നുമല്ല. ഞാനിങ്ങനെ ആലോചിക്കും, ഞാനിപ്പോ കോൾ എടുത്തിട്ട് ഞാൻ എന്തൊക്കെ സംസാരിക്കുക, ഞാൻ എന്ത് സംസാരിക്കുക. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഫോണിൽ സംസാരിക്കാനില്ലല്ലോ. എനിക്ക് ഫോണിൽ സംസാരിക്കുമ്പോൾ വേഗം ബോറടിക്കും. എന്നിട്ട് ഞാൻ എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞു വെക്കും. ഞാൻ എന്തൊക്കെ പറയാറോ, ഇതിപ്പോ ഞാൻ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഞാനിതൊക്കെ അപ്പൊ ഫോൺ വെക്കാനുള്ള റീസൺ ആയിട്ട് പറയുകയാണെന്ന്. ഞാൻ ഇങ്ങനെയൊക്കെ പറയാം, ഞാൻ ഇപ്പൊ വിളിക്കട്ടോ, ഞാൻ കുറച്ച് തിരക്കിലാണ്, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തോ പണിയുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം ഫോൺ കട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ നോട്ടിഫിക്കേഷനിൽ വരുന്നത് ഇങ്ങനെ കാണും. എന്നിട്ട് ഞാൻ ആ നോട്ടിഫിക്കേഷനിൽ നിന്ന് ഞാൻ ഇങ്ങനെ വായിക്കും. പക്ഷെ എനിക്ക് ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് എന്റെ മനസ്സിൽ എന്താ പറയുക, ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇവർക്ക് ഇതിന് റിപ്ലൈ കൊടുക്കും. അപ്പൊ ഇവരിതിന് എനിക്ക് റിപ്ലൈ തരും. അപ്പൊ ഞാൻ പിന്നെ ഇവർക്ക് മെസ്സേജ് അയക്കട്ടെ, അപ്പൊ ഞാൻ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ട് നിൽക്കേണ്ടി വരില്ലേ, എനിക്ക് കഴിയൂല. എന്തോ എന്നെക്കൊണ്ട് തീരെ പറ്റാത്തൊരു കാര്യമാണത്. അതേപോലെ തന്നെ ഇപ്പം കോളൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ചില സമയത്ത് എന്താ പറയാ, ആ കോള് എന്റെ മനസ്സിൽ ഇങ്ങനെ വരും, മതി വെക്ക് ഇങ്ങനെ വരും. പക്ഷെ ഓരോ ചിലപ്പോൾ നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കും. അപ്പൊ ഞാൻ വിചാരിക്കും എങ്ങനെ അപ്പൊ അവരോട് പറയലേ, അവരിത് ലൈക്ക് ഒരു അത്രയും കംഫർട്ടബിൾ ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കും. അപ്പൊ ഞാൻ പറയും, ഞാൻ പിന്നെ വിളിക്കാം, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, എനിക്ക് കുറച്ചൊരു പണിയുണ്ട്, കുറച്ചൊരു തിരക്കിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം സ്കിപ്പാവും. ഇതാണ് ഞാന്. ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടോ? ഉണ്ടാവാൻ നിൽക്കുന്നില്ല. നമുക്ക് ഇനി ഇതിനൊക്കെ മാറാൻ പറ്റൂലേ?